അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആലി ഇമ്രാനിലെ 145 വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുലു അഫഇൻ മാത ഔ ഖുതില ഇൻഖലബ്തും അലാ അഅഖാബികും വമൻ യൻഖലിബ് അലാ ഖിബൈഹി ഫലൻ യദുർറല്ലാഹ ശൈആ വസയജ്സിയല്ലാഹു ശാകിരീൻ. നമുക്കതിൻ്റെ വാക്കർത്ഥങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. ഒമാ മുഹമ്മദുൻ, മുഹമ്മദ് അല്ല, ഇല്ലാ റസൂലുൻ, ഒരു ദൂതൻ അല്ലാതെ. അപ്പോൾ ഒമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ, മുഹമ്മദ് ഒരു റസൂൽ മാത്രമാണ് എന്നർത്ഥം. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ, മുഹമ്മദ് ഒരു റസൂൽ, ഒരു ദൂതൻ മാത്രമാണ്. ഖദ് ഖലത്ത്, കഴിഞ്ഞു പോയിട്ടുണ്ട്, മിൻ ഖബ്ലിഹി, അദ്ദേഹത്തിന് മുൻപ്, അർ റുസുലു, റസൂലുകൾ, പ്രവാചകന്മാർ, ദൂതന്മാർ അതിനു മുമ്പ്, അദ്ദേഹത്തിന് മുമ്പ് കടന്നു പോയിട്ടുണ്ട്, കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ എങ്ങനെയാണ് കടന്നു പോയിട്ടുള്ളത്? രണ്ടാലൊരു വഴിയാണ്. അഫൈൻ മാത്ത, അപ്പോൾ അദ്ദേഹം മരിച്ചുവെങ്കിൽ, ഒരു വഴി മരണമാണ്. അഫൈൻ മാത്ത ഔ കുത്തില, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ ഒരു പ്രവാചകൻ ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിനൊരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് രണ്ടാലൊരു രീതിയിൽ ഈ ലോകം വിട്ടു പോകും. ഒന്നുകിൽ സ്വമേധയായുള്ള മരണം, ഔ കുത്തില, അല്ലെങ്കിൽ വധിക്കപ്പെടുന്നു. അങ്ങനെ സംഭവിച്ചാൽ ഇൻകലബ്തും, നിങ്ങൾ തിരിഞ്ഞു പോവുകയോ, ഇൻകലബ്തും, നിങ്ങൾ തിരിഞ്ഞു പോകുക, പിരിഞ്ഞു പോവുക, ആ പ്രവാചകൻ പോയി ഇനിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പോകുമോ? അലാ അഅഖാബിക്കും, നിങ്ങളുടെ മടമ്പുകാലുകളിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതൊരവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നിങ്ങൾ അങ്ങ് തിരിഞ്ഞു പോകുമോ? വമൻ യൻഖലിബ്, ഇനി ആരെങ്കിലും പിന്തിരിയുന്നുവെങ്കിൽ, അലാ അഖ്ബൈഹി, അവൻ്റെ മടമ്പുകാലുകളിൽ, അവൻ അങ്ങ് പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, ഫലൻ യദുർറല്ലാഹ,
അവൻ ദ്രോഹം ചെയ്യുന്നതല്ല, ഫലൻ യദുറ, ദ്രോഹം ചെയ്യുന്നതല്ല, ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല, അള്ളാഹുവിന് ഷെയ്യൻ ഒട്ടും. അവനങ്ങനെ പോയി എന്ന് വിചാരിച്ച് അള്ളാഹുവിന് യാതൊരു ദോഷവും വരാൻ പോകുന്നു. വസയജിസി അള്ളാഹു ഷാക്കിരീൻ, വസയജിസി പ്രതിഫലം നൽകുക തന്നെ ചെയ്യും, പുറകെ അത് സംഭവിക്കും. അള്ളാഹു അഷാക്കിരീൻ നന്ദി കാണിക്കുന്നവർക്ക്. ഇവിടെ അൻ മുഹമ്മദ് ഈസ് ബട്ട് എ മെസ്സഞ്ചർ. അപ്പോൾ മുഹമ്മദ് ഒരു ദൈവദൂതൻ, ഒരു ദൂതൻ മാത്രമാണ്. വെരിലി, തീർച്ചയായും ആൾ മെസ്സഞ്ചേഴ്സ് ഹാവ് പാസ്ഡ് അവേ ബിഫോർ ഹിം, അദ്ദേഹത്തിന് മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരും കടന്നു കഴിഞ്ഞു, പോയി കഴിഞ്ഞു. അപ്പോൾ കത് ഖലത്ത് മിൻ ഖബ്ലിഹി റുസുൽ, പ്രവാചകന്മാർ എന്ന കാറ്റഗറിയിലുള്ള റസൂൽ, റസുൽ എന്ന് പറയുമ്പോൾ ആ കാറ്റഗറിയിലുള്ള എല്ലാവരും അദ്ദേഹത്തിന് മുമ്പുള്ളവർ പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു പോയി. ഹാവ് പാസ്ഡ് അവേ ബിഫോർ ഹിം. ഇഫ് ദെൻ ഹീ ഡൈസ്, അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് മുമ്പുള്ള എല്ലാവരും അപ്രകാരം കടന്നു കഴിഞ്ഞു പോയിരിക്കെ മരണപ്പെടുകയോ വധിക്കപ്പെടുകയോ ചെയ്യുന്നതിലൂടെ ഈ ഭൂമുഖത്ത് നിന്ന് തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി തിരിച്ചു പോയതുപോലെ. ഇഫ് ദെൻ ഹി ഡൈസ്, ഇപ്പോൾ പ്രവാചകൻ മരണപ്പെട്ടാൽ, ഓർ ഈസ് കിൽഡ്, അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടാൽ, വിൽ യു ടേൺ ബാക്ക് ഓൺ യുവർ ഹീൽസ്, നിങ്ങൾ നിങ്ങളുടെ മടമ്പുകാലുകളിൽ അങ്ങ് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങളങ്ങ് എല്ലാം അവസാനിപ്പിച്ച് നിങ്ങൾ പിരിഞ്ഞു പോവാം. പ്രവാചകൻ പോയി, ഇനിയൊന്നുമില്ല. ആൻഡ് ഹൂസോ എവർ ടേൺസ് ബാക്ക് ഓൺ ഹിസ് ഹീൽസ്, ആരാണോ അപ്രകാരം തങ്ങളുടെ മടമ്പുകാലുകളിൽ തിരിഞ്ഞ് പോകുന്നത്, ഹീ ഷാൽ നോട്ട് ഹാം അല്ലാ, അള്ളാഹുവിനൊരു ദോഷവും അതിലൂടെ വരില്ല. ഇൻ ദ ലീസ്റ്റ്, ഒരല്പം പോലും കുറവോ ദോഷമോ പോരായ്മയോ അള്ളാഹുവിന് നിങ്ങൾ വരുത്തുവാൻ കഴിയില്ല. അള്ളാഹ് ഷാൽ ഷുവർലി റിവാർഡ് ദ ഗ്രേറ്റ്ഫുൾ, നന്ദി കാണിക്കുന്നവർക്ക് അള്ളാഹു അങ്ങേയറ്റം പ്രതിഫലം കൊടുക്കുന്നവനാണ്. അള്ളാഹ് ഷുവർലി റിവാർഡ്, തീർച്ചയായിട്ടും അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ് ദ ഗ്രേറ്റ്ഫുൾ, നന്ദി കാണിക്കുന്നവർക്ക്. ഈ വചനം വളരെ അർത്ഥവത്തും വളരെ വിശദീകരണ അർഹവുമായ ഒരു വചനം തന്നെയാണ്. ഇത് സംബന്ധമായിട്ടുള്ള വിശദീകരണത്തിൻ്റെ ചെറുഭാഗം നോക്കിക്കൊണ്ട് നമുക്കിന്ന് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ദ എസൻസ് ഓഫ് റിലിജിയൻ, മതത്തിൻ്റെ സത്ത എന്ന് പറയുന്നത് ഈസ് ടു ബിലീവ്, വിശ്വാസമാണ്. ഒരു മതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉൾക്കാമ്പ്, സത്തയായിട്ടുള്ളത് വിശ്വാസമാണ്. ഇൻ ആൻ എവർ ലിവിങ് ഗോഡ്, എന്നും ജീവിച്ചിരിക്കുന്ന ഒരു ദൈവത്തിൽ വിശ്വസിക്കുക എന്നതാണ് മതത്തിൻ്റെ സത്ത. വൈൽ ബീയിങ് ആബ്സൊല്യൂട്ട്ലി കൺവിൻസ്ഡ്, അങ്ങനെ ഒരു ദൈവം എന്നെന്നും ജീവിച്ചിരിക്കുന്നു എന്ന് അവൻ എന്ത് ചെയ്യണം? തെളിയിക്കണം. വൈൽ ബീയിങ് ആബ്സൊല്യൂട്ട്ലി കൺവിൻസ്ഡ് ഇൻ ദ ലൈഫ്, അവൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നു എങ്കിൽ അതാണ് മതത്തിൻ്റെ സത്തയായിട്ടുള്ള കാര്യം. എങ്കിൽ അവൻ തൻ്റെ ജീവിതത്തിൽ അത് തെളിയിക്കണം. ആൻഡ് ഇവൻച്വൽ ഡെത്ത് ഓഫ് ഓൾ ഹ്യൂമൻസ്, അന്തിമമായ എല്ലാ മനുഷ്യരുടെയും അവസാനം ഈ ഭൂമുഖത്ത് സംഭവിക്കുന്നത് അന്തിമമായി ഇവൻച്വൽ ഡെത്ത് ഓഫ് ആൾ ഹ്യൂമൻസ്, എല്ലാ മനുഷ്യർക്കും മരണം വരിക തന്നെ ചെയ്യും. അതിൻ്റെ അന്ത്യം അതാണ്. അപ്പോൾ അവൻ ആ മരണം സംഭവിക്കുന്നത് വരെ അവൻ തെളിയിക്കണം. എന്താണ്? ആൻ എവർ ലിവിങ് ഗോഡ് വൈൽ ബീയിങ് ആബ്സൊല്യൂട്ട്ലി കൺവിൻസ്ഡ് ഇൻ ദ ലൈഫ്, തൻ്റെ ജീവിതത്തിലുടനീളം അത് തെളിയിക്കണം. എന്തെന്നും ജീവിച്ചിരിക്കുന്ന ഒരു ദൈവത്തിനെയാണ് ഞാൻ ആരാധിക്കുന്നത് എന്ന് തൻ്റെ ജീവിതം കൊണ്ട് അതിന് സാക്ഷ്യം വഹിക്കണം, സാക്ഷ്യമാകണം. ദ പ്രോഫറ്റ്സ് ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ആർ നോട്ട് എക്സെപ്ഷൻസ് ടു ദിസ് റൂൾ, ഈ നിയമത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ ഒന്നും ഒഴിവാക്കിയിട്ടില്ല. എന്താണ്? മരണം.
അല്ലെ കൊല ചെയ്യപ്പെടുക. ഇതിൽ നിന്ന് പ്രവാചകന്മാരെ ഒന്നും ഒഴിവാക്കിയിട്ടില്ല. ദിസ് വേഴ്സ് ഈസ് എ സോളിഡ് പ്രൂഫ്. ആയതിനാൽ ഈ വചനം ഒരു ശക്തമായ തെളിവാണ്. ഓഫ് ദി ഡെത്ത് ഓഫ് ജീസസ്, ഈസ അലൈഹിസ്സലാം, ജീസസ് മരണപ്പെട്ടു എന്നുള്ളതിന്. whom the Christians and the majority of Muslims, ക്രിസ്ത്യൻസും മുസ്ലിം ബഹുഭൂരിഭാഗവും വിശ്വസിക്കുന്നു. ഇൻ ദെയർ ബിലീഫ്സ്, അവരുടെ വിശ്വാസത്തിൽ ഇത് കടന്നുകൂടിയിട്ടുണ്ട്. എലവേറ്റഡ് ടു ദ ഹെവൻസ്, ആകാശങ്ങളിലേക്ക് അദ്ദേഹത്തിനെ ഉയർത്തി, സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി എന്ന് മുസ്ലിം ബഹുഭൂരിപക്ഷവും അതുപോലെ ക്രിസ്ത്യൻസും വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വചനത്തിൽ എന്താ പറയുക? മുഹമ്മദുനില്ല റസൂലൻ ഖദ് ഖലത്ത് മിൻ ഖബ്ലിഹി റസൂൽ. റസൂൽ വിഭാഗത്തിൽ, പ്രവാചകന്മാർ എന്ന വിഭാഗത്തിൽപ്പെടുന്ന എല്ലാവരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് കടന്നുപോയി, മരണപ്പെട്ടു പോയിരുന്നു. came before the holy prophet of Islam, and the circumstances in which this special verse, ഈ പ്രത്യേകമായ ഈ വചനത്തിൻ്റെ സാഹചര്യ തെളിവുകൾ നോക്കുമ്പോൾ, ഹാസ് ബീൻ റിവീൽഡ്, അതിലൂടെ വെളിവാക്കപ്പെടുന്നത്, ഷുഡ് ഹാവ് ബീൻ ആൻ ഐ ഓപ്പണർ ഫോർ ദം ഓൺ ദ ഡെത്ത് ഓഫ് ജീസസ്. ഈസ അലൈഹിസ്സലാമയുടെ മരണത്തെ സംബന്ധിച്ച് അവർക്ക് ഒരു കൺ തുറക്കുന്ന ഐ ഓപ്പണറായിരിക്കണം. അവർക്കത് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ അവർക്ക് കഴിയണം. എന്താ പറഞ്ഞത്? മുഹമ്മദുനില്ല റസൂലുൻ, മുഹമ്മദ് ഒരു ദൂതൻ മാത്രമാണ്. ഖദ് ഖലത്ത് മിൻ ഖബ്ലിഹി റസൂൽ, അദ്ദേഹത്തിന് മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരും കടന്നു കഴിഞ്ഞു പോയിട്ടുണ്ട്, മരണപ്പെട്ടു പോയിട്ടുണ്ട്. അത് തുടർന്ന് അതെങ്ങനെ പോയതെന്ന് പറയുന്നു. ഫൈൻ മാത്താവ് കുത്തില, അവർ മരിക്കുകയോ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ അങ്ങനെ ചിരഞ്ജീവികളായിട്ട് എന്നൊന്നും നിൽക്കുന്നത് അള്ളാഹു അല്ലാത്ത മറ്റോ ഒന്നിനെയും അങ്ങനെ വെച്ചിട്ടില്ല. അപ്പം ബിഫോർ ദ ഹോളി പ്രൊഫറ്റ് ഓഫ് ഇസ്ലാം ആൻഡ് ദ സർക്കംസ്റ്റൻസസ് ഇൻ വിച്ച് ദിസ് സ്പെഷ്യൽ വേഴ്സ് ഹാസ് ബീൻ റിവീൽഡ്, ഈ വചനം നമുക്ക് വെളിവാക്കി തരുന്നത്, ഷുഡ് ഹാവ് ബീൻ ആൻ ഐ ഓപ്പണർ ഫോർ ദം ഓൺ ദ ഡെത്ത് ഓഫ് ജീസസ്. ഈസ അലൈഹിസ്സലാമയെ കുറിച്ചുള്ള മരണം, അദ്ദേഹവും ഒരു പ്രവാചകനായിരുന്നു. അപ്രകാരമുള്ള ആ പ്രവാചകനും നബിയുടെ മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരും മരണപ്പെട്ടു പോയ പട്ടികയിൽ അദ്ദേഹവും മരണപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായും പാഠം നൽകുകയാണ്. എന്നിട്ടും അദ്ദേഹം വരുമെന്നും ആകാശത്തിരിക്കുന്നെന്നും ഇറങ്ങി വരുമെന്നും ഇനി രക്ഷിക്കുമെന്നും ഇതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണ്. അതിൻ്റെ യാഥാർത്ഥ്യം ഇതുതന്നെയാണ്. ഈസ അലൈഹിസ്സലാം മറ്റ് പ്രവാചകന്മാരെ പോലെ അദ്ദേഹവും ഈ ഭൂമിയിൽ വന്നോ ഭൂമിയിൽ തന്നെ മരിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ഇൻഷാ അല്ലാഹ് ഇത് സംബന്ധമായിട്ടുള്ള കൂടുതൽ വിവരങ്ങളും വിശദീകരണങ്ങളുമായി ഹസ്രത്ത് ഖലീഫത്തുള്ള ഇതിൻ്റെ വിശദീകരണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അത് നാളത്തെ പ്രഭാതത്തിൽ അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് സംബന്ധമായി കൂടുതൽ സംസാരിക്കാം. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ ഈ സമ്മോഹനമായ ജീവിത യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് അതിൻ്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതം തന്നെ തെളിയിക്കണം. നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, എന്തെന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അവനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നു, അവൻ്റെ കൽപ്പനകൾ മാത്രമാണ് അനുസരിക്കുന്നത് എന്ന് ജീവിതത്തിൽ ഉറപ്പുവരുത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ട വെറും സാധുക്കളായ മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും എന്ന തിരിച്ചറിവ് നമ്മളിലേക്ക് വരുമ്പോൾ വിനയം താനെ നമ്മളിൽ വരും, താഴ്മ താനെ നമ്മളിൽ വരും, നമ്മൾ ആരുമല്ല എന്നുള്ള യാഥാർത്ഥ്യവും ബോധ്യമാവും. അതിനുള്ള തൗഫീഖ് മാനവകുലത്തിൽ നൽകുവാനായി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടിയുള്ള സൽപ്രവർത്തനങ്ങൾ ചെയ്യുവാനും നമ്മെ ഓരോരുത്തരെയും അല്ലാഹു പ്രാപ്തമാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.